ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 30 30ാം ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ അതിൽ പാർട്ട് 2ൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വൈഡ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ട് 2 വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ സെറ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ഇനേറ്റിവേറ്റ്സ് ഓഫ് ദ UNO? ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങളും തത്വങ്ങളും എന്തെല്ലാം എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ UN ചാർട്ടർ നമ്മൾ പറഞ്ഞതാണ്. 1ാമത്തെ അനുച്ഛേദം ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങൾ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അതിലൊന്ന്, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. 2, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദബന്ധം വളർത്തുക. 3, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും മാനുഷികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്തർദേശീയ സഹകരണം നേടിയെടുക്കുക. മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കാനും മൗലിക സ്വാതന്ത്ര്യം പരിപോഷിപ്പിക്കാനും അന്താരാഷ്ട്ര സഹകരണം സാധ്യമാക്കുക. ഇതാണ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശങ്ങളാണ് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളത് കേട്ടോ. അങ്ങനെ 4 ഉദ്ദേശങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടേതായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. തത്വങ്ങൾ. ചാർട്ടറിൻ്റെ 1ാം അനുച്ഛേദത്തിൽ താഴെ പറയുന്ന തത്വങ്ങൾ പറയുന്നു. അതിൽ 1, എല്ലാ അംഗരാഷ്ട്രങ്ങളുടെയും പരമാധികാര സമത്വം സംഘടനയുടെ അടിസ്ഥാനമായിരിക്കും. 2 പറയുന്നത് അംഗരാഷ്ട്രങ്ങൾ UN ചാർട്ടർ അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഉത്തമവിശ്വാസത്തോടെ നിറവേറ്റണം. 3 പറയുന്നത് അംഗരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്തർദേശീയ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കണം. 4, അന്തർദേശീയ ബന്ധങ്ങളിൽ ബലപ്രയോഗ ഭീഷണിയോ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. 5, അംഗങ്ങളല്ലാത്ത രാഷ്ട്രങ്ങളും ഈ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഉറപ്പുവരുത്തണം. ഇങ്ങനെ 5 തത്വങ്ങളും 5 ഉദ്ദേശങ്ങളും അടങ്ങിയതാണ് UNOയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനാണ് പോണത്. വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് ദ UNOയുടെ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമായിട്ടും 6 ഘടകങ്ങളാണ് ഉള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് 1 പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെക്ക് 6 ഘടകങ്ങളുണ്ടെന്ന് ചാർട്ടർ പറയുന്നു. അവ 1, പൊതുസഭ ജനറൽ അസംബ്ലി. നെക്സ്റ്റ് 1, രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. തേർഡ് 1, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ട്രസ്റ്റ്. പിന്നെ ട്രസ്റ്റിഷിപ്പ് സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇങ്ങനെ അടങ്ങിയതാണ് ഇതിലറിയപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 1 പൊതുസഭ അഥവാ ജനറൽ അസംബ്ലിയാണ് കേട്ടോ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന, നിങ്ങളുടെ രഹസ്യ ക്വസ്റ്റ്യനാണ് ആയിട്ടാണ് ഈ ഒരു ഘടകങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 1 ജനറൽ അസംബ്ലി ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന സമിതിയാണ്. പൊതുസഭ. എല്ലാ അംഗങ്ങളും പൊതുസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളും ഏതിൽ അംഗങ്ങളായിരിക്കും? പൊതുസഭയിൽ അംഗങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ലോകത്തിൻ്റെ യോഗം എന്ന് വിളിക്കാറുണ്ട്. ഓരോ അംഗരാഷ്ട്രത്തിനും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ വീതം അയക്കാം. എന്നാൽ ഓരോ രാഷ്ട്രത്തിനും 1 വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുമതലകൾ, ജനറൽ അസംബ്ലിയുടെ ചുമതലകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നോക്കാം. 1, ഡെലിബറേറ്റ് ഡ്യൂട്ടീസ് കേട്ടോ. അപ്പോൾ ഡെലിബറേറ്റ് ഡ്യൂട്ടിയിൽ വരുന്നത് UN ചാർട്ടറിന് കീഴിൽ വരുന്നതോ ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും ഘടകവുമായി ബന്ധപ്പെട്ടതോ ആയ ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനും വിവരങ്ങൾ അറിയാനോ പൊതുസഭയ്ക്ക് അധികാരമുണ്ട്. അങ്ങനെ അന്തർദേശീയ സമാധാന സുരക്ഷിതത്വം ഉൾപ്പെടുന്ന ഏതു പ്രശ്നത്തിലേക്കും രക്ഷാസമിതിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കഴിയുന്ന ഒരു സഭയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. രക്ഷാസമിതി പൊതുസഭയുടെ ഡെലിബറേറ്റീവ് സമിതി വിലയിരുത്തപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പവേഴ്സ് പറയുന്നത് മേൽനോട്ട ചുമതലകളാണ് കേട്ടോ. സൂപ്പർവിഷൻ ഡ്യൂട്ടീസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനോ നിയന്ത്രിക്കാനോ പൊതുസഭയ്ക്ക് അധികാരമുണ്ട്. 3ാമത്തെ അധികാരം പറയുന്നത് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ് ആണ്, സാമ്പത്തിക ചുമതലകൾ. ഐക്യരാഷ്ട്രസഭയുടെ ചെലവുകൾ അംഗങ്ങൾക്കിടയിൽ വീതം വയ്ക്കുക, ബജറ്റിന് അംഗീകാരം നൽകുക എന്നിവയാണ് പൊതുസഭയുടെ സാമ്പത്തിക ചുമതലകൾ. ഇനി 4ാമത്തെ ചുമതലകൾ ഇലക്ഷൻ ഡ്യൂട്ടീസ് ആണ്.
പുതിയ ഭരണ അംഗങ്ങൾക്ക് പ്രവേശനം നൽകുക, നിലവിലുള്ള അംഗങ്ങളെ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുക എന്നിവ പൊതുസഭയുടെ അധികാരത്തിൽപ്പെടുന്നു. ഇനി അടുത്തത് 5ാമത്തെ പൊതുസഭയുടെ ചുമതലകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസാണ്. അപ്പം ഭരണഘടനാ ചുമതലകൾ. ചാർട്ടറിൽ ഭേദഗതി വരുത്താൻ പൊതുസഭയ്ക്ക് അധികാരം. ചാർട്ടറിൻ്റെ 109ാം അനുച്ഛേദമനുസരിച്ച് ചാർട്ടർ പരിശോധിക്കണമെന്ന് തോന്നിയാൽ രക്ഷാസമിതിയുടെ അംഗീകാരത്തോടെ ഒരു ജനറൽ കോൺഫറൻസ് വിളിച്ചു കൂട്ടാൻ പൊതുസഭയ്ക്ക് അധികാരമുണ്ട് കേട്ടോ. അങ്ങനെ പൊതുസഭയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ 5 ഒന്ന് ഡിലിബറേറ്റീവ് ഡ്യൂട്ടീസ്, 2 മേൽനോട്ട ചുമതലകൾ, 3 സാമ്പത്തിക ചുമതലകൾ, 4 തിരഞ്ഞെടുപ്പ് ചുമതലകൾ, 5 ഭരണഘടനാപരമായ ചുമതലകൾ. ഇനി അതിൽ വോട്ടിംഗ് കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ഘടകങ്ങൾ സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി കൗൺസിൽ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും ചുമതലകളും നിറവേറ്റാനുള്ള നിർവാഹക സമിതിയാണ് സെക്യൂരിറ്റി കൗൺസിൽ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുകയാണ് ഇതിൻ്റെ പ്രധാന ചുമതല. തുടക്കത്തിൽ സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ചൈനയോ 6 അസ്ഥിരാംഗങ്ങളും ഉൾപ്പെട്ട 11 അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ രക്ഷാസമിതിയിൽ 1965 അസ്ഥിരാംഗങ്ങളുടെ എണ്ണം 10 വർദ്ധിച്ചു. അപ്പം അങ്ങനെ നിരവധി അംഗങ്ങളടങ്ങിയ ഒരു സഭയാണ് ഇത് പേരറിയപ്പെട്ടത് സെക്യൂരിറ്റി കൗൺസിൽ എന്നറിയപ്പെട്ടത്. ഇനി അതിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ 1 ഡീലിബറേറ്റീവ് ചുമതലകളാണ്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അന്വേഷണം നടത്താനും ശുപാർശ ചെയ്യാനോ രക്ഷാസമിതിക്ക് അധികാരമുണ്ട്. സാധാരണഗതിയിൽ അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അവ സമാധാനപരമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ സമാധാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രക്ഷാസമിതിയുടെ ഒരു ചുമതലയാണിത് ഡിലിബറേറ്റീവ് ഡ്യൂട്ടീസ് എന്നറിയപ്പെട്ടത്. ഇനി അതിലെ എക്സിക്യൂട്ടീവ് ഡ്യൂട്ടീസാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗമാണിത് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കാൻ സായുധ സേനയുടെ പങ്കാളിത്തമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യ രക്ഷാസമിതി ശ്രമിക്കുന്നു കേട്ടോ. അഥവാ അംഗരാജ്യങ്ങളുടെ പ്രശ്നം ഉടലെടുക്കുമ്പോൾ സായുധ സേനയെ ഉപയോഗിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചുമതല ആർക്കുണ്ട്? സെക്യൂരിറ്റി കൗൺസിലുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൽ 3ാമത്തെ പറയുന്നത് അതിൻ്റെ വോട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പുതിയ അംഗങ്ങൾക്ക് പ്രവേശനം നൽകുക, സെക്രട്ടറി ജനറലിനെ നിയമിക്കുക, ഐക്യരാഷ്ട്രസഭയ്ക്ക് പുതിയ ഘടകങ്ങൾ തുടങ്ങുക എന്നീ കാര്യങ്ങൾ പൊതുസഭയ്ക്ക് ശുപാർശകൾ സമർപ്പിക്കുന്നത് ഈ രക്ഷാസമിതിയുടെ വോട്ടിംഗ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇനി അതിൽ 3ാമത്തെ ഘടകങ്ങൾ അഥവാ ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ ഘടകമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന സെക്രട്ടേറിയറ്റാണ് ഏറ്റവും കൂടുതൽ ചുമതലയുള്ള ഘടകം കേട്ടോ. അപ്പോൾ ദൈനംദിന ഭരണനിർവഹണ വിഭാഗമാണിത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഘടകങ്ങൾ രൂപം നൽകുന്ന നടപടികളും പദ്ധതികളും ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നത് സെക്രട്ടേറിയറ്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയായ സെക്രട്ടറി ജനറൽ. അപ്പോൾ ആരാണ് സെക്രട്ടറി? മക്കളെ നിങ്ങളവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. OMR ആണ്. അപ്പോൾ സെക്രട്ടറി ജനറലാണ് എന്തിൻ്റെ തലവനായിട്ട് അറിയപ്പെടുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റ് ജീവനക്കാരും എവിടെ ഉണ്ടായിരിക്കും? ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനെ സമാധാന സംരക്ഷണ ദൗത്യങ്ങളിലും ആഗോള വ്യാപ്തിയിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച കോൺഫറൻസുകൾ നടത്തുന്നതിലോ ആഗോള സാമ്പത്തിക സാമൂഹിക വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നതിനോ വികസനം, നിരായുധീകരണം, മനുഷ്യാവകാശ സംരക്ഷണ എന്നീ വിഷയങ്ങൾ പഠനം നടത്തുന്നതിലോ മറ്റ് അനേകം കാര്യങ്ങളിലും സെക്രട്ടേറിയറ്റ് ഐക്യരാഷ്ട്രസഭയെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഐക്യരാഷ്ട്രസഭകൾ കേട്ടോ. സഭയുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറയാൻ. ഇനി നമുക്ക് 4ാമത്തെ ഘടകമാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയും അതിൻ്റെ പ്രത്യേക ഏജൻസികളുടെയോ സാമ്പത്തിക സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഘടകമാണ് ഏത്? ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി കേട്ടോ. ഇതിൽ 54 അംഗരാജ്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഡ്യൂട്ടീസ് നോക്കാം. ഫസ്റ്റ് 1 പഠനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കുക. അന്തർദേശീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ വിഷയങ്ങൾ മറ്റ് കാര്യങ്ങളിലും പഠനം നടത്തുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടത് ഈ കൗൺസിലിൻ്റെ ചുമതലയാണ്. പിന്നെ ചർച്ചകളും ശുപാർശകളുമാണ് 2ാമത്തെ ചുമതല. അന്തർദേശീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ
ആരോഗ്യ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലും പൊതുസഭയ്ക്കും അംഗരാജ്യങ്ങൾക്കോ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾക്കും ശുപാർശ നടപ്പാക്കുകയാണ് രണ്ടാമത്തെ ചുമതല. 3 പറയുന്നത് കരാറുകൾ തയ്യാറാക്കലാണ്. സമിതിയുടെ പരിഗണന വിഷയങ്ങൾ കരാറുകളുടെ കരട് രൂപം തയ്യാറാക്കി അംഗീകാരത്തിനായി പൊതുസഭയിൽ സമർപ്പിക്കുക. പിന്നെ പറയുന്നത് 4ാമത്തെ ചുമതല ശ്രദ്ധ ക്ഷണിക്കലാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ സ്വന്തം നിലക്കോ പൊതുസഭയുടെ നിർദ്ദേശപ്രകാരമോ സമ്മേളനങ്ങൾ വിളിച്ചേർക്കുന്നതും ഈ കൗൺസിലിൻ്റെ ചുമതലയാണ്. പിന്നെ 5 പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കൽ. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഈ സമിതിയുടെ ചുമതലപ്പെടുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ 5ാമത്തെ ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റ് പ്രദേശങ്ങൾ ഭരിക്കുന്ന അംഗരാഷ്ട്രങ്ങൾക്കും അഥവാ ഒരു രാജ്യത്തിന് കീഴിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ട്രസ്റ്റ് പ്രദേശങ്ങൾ കേട്ടോ. ട്രസ്റ്റ് ഭരണ ചുമതലയില്ലാത്ത രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളോ പൊതുസഭ 3 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗരാഷ്ട്രങ്ങളും അടങ്ങുന്ന ഒരു ട്രസ്റ്റിഷിപ്പ് സമിതി രൂപീകരിക്കണമെന്ന് UN ചാർട്ടറിൻ്റെ 86ാം അനുച്ഛേദം വ്യക്തമാക്കുന്നു. അപ്പം നോക്കുക, ട്രസ്റ്റിഷിപ്പ് പ്രവർത്തനത്തിൽ സംവിധാനത്തിൽ കീഴിലുണ്ടായിരുന്ന 11 പ്രദേശങ്ങളിൽ 10ഉം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയോ മറ്റു രാജ്യങ്ങളുമായി ചേർക്കുകയോ ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ പറയുന്നത് കേട്ടോ. ആഫ്രിക്കയിലും പസഫിക് മേഖലയിലുമാണ് ഈ പ്രദേശങ്ങൾ മിക്കതും. ഇപ്പോൾ പസഫിക് ദ്വീപുകൾ മാത്രമാണ് ഇതിന് കീഴിലുള്ളത്, ട്രസ്റ്റിഷിപ്പ് കീഴിലുള്ളത് കേട്ടോ. ഇനി 5ാമത്തെയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പോൾ അതിലൊരു OMR ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമുക്ക്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ് കേട്ടോ. അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ വിവിധ രാജ്യങ്ങളാണ് കേട്ടോ. 15 സ്വതന്ത്ര ജഡ്ജിമാരാണ് ഇതിലുള്ളത്, ഈ കോർട്ടിലുള്ളത്. ദേശീയ അന്തർദേശീയ സംഘടനകളുമായി ചർച്ച നടത്തി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരിൽ നിന്ന് പൊതുസഭയ്ക്കും രക്ഷാസമിതിയും ചേർന്നാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് നോക്ക്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെട്ടത്? ഹേഗ് കേട്ടോ. നെതർലാൻഡിലെ ഹേഗിലാണ് ഇതിൻ്റെ ആസ്ഥാനമായി കണക്കാക്കപ്പെട്ടത്, ഈ കോർട്ടിൻ്റെ ആസ്ഥാനമായി കണക്കാക്കപ്പെട്ടത്. അപ്പോൾ കോർട്ടിൻ്റെ ചുമതലകൾ കരാറുകളുടെ വ്യാഖ്യാനം, അന്താരാഷ്ട്ര നിയമപാലനം എന്നിങ്ങനെ അംഗരാഷ്ട്രങ്ങൾ സമർപ്പിക്കുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് കോടതി പരിഹാരം കാണുന്നു. തർക്കരാഷ്ട്രങ്ങൾ കോടതിക്ക് വിഷയം കൈമാറിയാൽ കോടതി വിധി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പൊതുസഭ, രക്ഷാസമിതി, ഐക്യരാഷ്ട്രസഭയുടെ മറ്റു ഘടകങ്ങൾ, പ്രത്യേക ഏജൻസികൾ എന്നിവ ആവശ്യപ്പെടുന്ന പക്ഷം നിയമോപദേശം നടത്താനും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ആർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ UN നേട്ടങ്ങൾ എന്തെല്ലാം? ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതു മുതൽ അനേകം അന്തർദേശീയ സമാധാന ദൗത്യങ്ങൾ അത് നിറവേറ്റിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ രക്ഷാസമിതിയുടെ പ്രഥമ കർത്തവ്യമാണ്. ഈ കടമ നിറവേറ്റാൻ മധ്യസ്ഥ സംഭാഷണങ്ങൾ, സൈനിക നിരീക്ഷകരെ ഏർപ്പെടുത്തൽ, സമാധാന സംരക്ഷണ സേനയെ നിയോഗിക്കൽ എന്നിങ്ങനെ അനേകം മാർഗങ്ങൾ രക്ഷാസമിതി അവലംബിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തർക്കങ്ങൾ സമാധാനമായി പരിഹരിക്കുന്നതിലും അന്താരാഷ്ട്ര സമാധാനത്തിനായി സഹകരിക്കാനും പൊതുസഭ അനേകം പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. തർക്കങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുവായ വികസനത്തിനും സൗഹാർദ്ദപരമായ സഹകരണത്തിനും സമാധാനപരമായ ബന്ധങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ 1957 പൊതുസഭ അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ ദിശയിൽ അനേകം പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 1948 ശേഷം ഐക്യരാഷ്ട്രസഭ 36 സമാധാന സംരക്ഷണ ദൗത്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് UN എന്നറിയപ്പെട്ടത് അല്ലേ. ആ UNൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം, ആ ഘടകങ്ങളുടെ ചുമതലകൾ എന്തെല്ലാം, അതേപോലെ തന്നെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അച്ചീവ്മെൻ്റാണ് UNക്കുണ്ടായത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 2 ചർച്ച ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 13 അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.